നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ആരതി, വനിതാ നേതാവിനെതിരെ കേസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പിനിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ആരതി ഉഴിഞ്ഞ വനിതാ നേതാവിനെതിരെ കേസ്. NCP നേതാവും മഹാരാഷ്ട്ര സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായ രൂപാലി ചക്കങ്കറിനെതിരെയാണ് കേസ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ചാണ് കേസ്. ബാരാമതി ലോക്സഭാ മണ്ഡലത്തിലെ ഒരു പോളിംഗ് ബൂത്തിലാണ് സംഭവം. വോട്ട് ചെയ്യാനായി എത്തിയപ്പോഴാണ് രൂപാലി EVM-ന് മുന്നിൽ ആരതി നടത്തിയത്. ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം, യുവാവിന് ദാരുണാന്ത്യം. വടക്കേക്കോട്ടാൽ തെക്കത്തുവളപ്പിൽ മണികണ്ഠന്റെയും ജയപ്രഭയുടെയും മകൻ അഭിഷിക്താണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. വൈകിട്ട് 5 മണിയോടെയാണ് അപകടം. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും വന്നിരുന്ന ബസ് എതിർദിശയിൽ സഞ്ചരിച്ച ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഇയാളെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മാനസിക വെല്ലുവിളിയുള്ള പെൺകുട്ടിക്ക് പീഡനം, വിമുക്ത ഭടൻ അറസ്റ്റിൽ. കുമ്പളങ്ങി പഴങ്ങാട് കോച്ചേരി വീട്ടിൽ തോമസ് ആണ് അറസ്റ്റിലായത്. യുവതിയെ പീഡിപ്പിച്ച ശേഷം പ്രതി കടന്നു കളഞ്ഞിരുന്നു. തുടർന്ന് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് പ്രതി പിടിയിലായത്. കുമ്പളങ്ങി SI PM സുനീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം എരമല്ലൂരിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് തോമസിനെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. റഷ്യൻ മനുഷ്യക്കടത്ത്, 2 പേർ പിടിയിൽ. ജോലി വാഗ്ദാനം ചെയ്ത് റഷ്യയിലേക്ക് ആളുകളെ കടത്തിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. തിരുവനന്തപുരം കഠിനംകുളം സ്വദേശികളായ അരുൺ, പ്രിയൻ എന്നിവരാണ് അറസ്റ്റിലായത്. കേരളത്തിൽ നിന്നുള്ള മനുഷ്യക്കടത്തിൽ ഇവർ ഇടനിലക്കാരായി പ്രവർത്തിച്ചുവെന്നാണ് CBIയുടെ കണ്ടെത്തൽ. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ 3 മലയാളികളടക്കം 19 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന, മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് CBI അന്വേഷണം നടക്കുന്നത്. IPL മത്സരത്തിനിടെ പ്രതിഷേധം, മുദ്രാവാക്യം വിളിച്ച് വിദ്യാർത്ഥികൾ. ഡൽഹിയിൽ നടക്കുന്ന ഡൽഹി ക്യാപിറ്റൽസും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള IPL മത്സരത്തിനിടെ പ്രതിഷേധം. ഛത്ര യുവ സംഘർഷ സമിതി പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെയാണ് പ്രതിഷേധം. മത്സരത്തിനിടെ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ജയിലിന് മറുപടി വോട്ടിലൂടെ എന്ന് എഴുതിയ ടീഷർട്ട് ധരിച്ചാണ് കാണികൾക്കിടയിൽ നിന്ന് ഇവർ മുദ്രാവാക്യം വിളിച്ചത്. മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചവരെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തതായി ദില്ലി പോലീസ് അറിയിച്ചു.